കല്യാണം കഴിക്കാൻ പോകുന്ന യുവതി കന്യകയായിരിക്കണമെന്ന് ഉള്ളുകൊണ്ടെങ്കിലും ആഗ്രഹിക്കാത്ത പുരുഷന്മാർ വളരെ കുറവാണ്. അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ ഈ കഴിഞ്ഞ ദിവസം എന്നെ ഫോണിൽ വിളിക്കുകയുണ്ടായി. അദ്ദേഹം എന്നോട് പറഞ്ഞത് ഇന്നത്തെ കാലത്ത് വെർജിനായിട്ടുള്ള സ്ത്രീകളെ കാണുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണെന്നും അതുകൊണ്ട് തന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന യുവതി കന്യകയാണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് എളുപ്പത്തിൽ വല്ല മാർഗവും ഉണ്ടെങ്കിൽ ബ്രോ ഒന്ന് പറഞ്ഞു തരണം എന്നൊരു ആവശ്യവുമായിട്ടായിരുന്നു. തീർച്ചയായിട്ടും കല്യാണം കഴിക്കാൻ പോകുന്ന യുവതി വെർജിൻ ആയിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അത് ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള ഒരു താല്പര്യമാണ്. പക്ഷേ അങ്ങനെ ചിന്തിക്കുന്ന പുരുഷന്മാർ ഈ കന്യകത്വത്തെ പറ്റി ഒരു കാര്യം കൂടെ ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഇതിനെപ്പറ്റിയാണ് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ. അതുകൊണ്ട് തന്നെ ഈ കന്യകത്വത്തിൽ വിശ്വസിക്കുന്ന ഭാവി വധൂവരന്മാർ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ടും കാണുവാൻ ശ്രമിക്കുക. നമസ്കാരം, എൻ്റെ പേര് സംഗീത് സെബാസ്റ്റ്യൻ. ഞാനൊരു സെക്ഷുവാലിറ്റി റൈറ്ററും സെക്സ് എഡ്യൂക്കേറ്ററുമാണ്. നമ്മുടെ സമൂഹത്തിൽ ഒരു സ്ത്രീയുടെ വെർജിനിറ്റിയുടെ അടയാളമായിട്ട് പലരും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഇംഗ്ലീഷിൽ ഹൈമൻ അല്ലെങ്കിൽ കന്യാചർമ്മം എന്ന് വിളിക്കുന്ന ടിഷ്യൂ ആണ്. ഈ കന്യാചർമ്മത്തെ പറ്റി നമ്മളുടെ സമൂഹത്തിലെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ബഹുഭൂരിഭാഗം ആളുകളും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഇത് ഒരു സ്ത്രീയുടെ യോനി നാളത്തിലേക്കുള്ള ആ പ്രവേശനവാതിൽ സംരക്ഷിക്കുന്ന പാട പോലെയുള്ള ഒരു കവചമാണെന്നും ആദ്യമായിട്ടൊരു ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അത് പൊട്ടി നശിച്ചു പോകും എന്നുമൊക്കെയാണ്. വേറെ ചിലർ ഇത് സ്പോർട്സ് പോലെയുള്ള കായിക പ്രവർത്തികളിൽ സ്ത്രീകൾ പങ്കെടുക്കുമ്പോൾ നഷ്ടമാകും എന്ന് ചിന്തിക്കുന്നവരാണ്. ഈ രണ്ടു കൂട്ടരും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് നൂറ്റാണ്ടുകളായിട്ട് സമൂഹവും മതവിശ്വാസങ്ങളും ഒക്കെ വെർജിനിറ്റിയെ പറ്റി നിലനിർത്തിക്കൊണ്ടു പോന്നിരുന്ന ഒരു തട്ടിപ്പായിരുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേര് വിശ്വസിക്കാൻ തയ്യാറാകും? ഞാൻ ഈ പറയുന്നത് കേൾക്കുന്ന കുറച്ചു പേരെങ്കിലും ഇപ്പം ചിന്തിക്കുന്നുണ്ടാവും, ഇവന് മാത്രമേ ഇതൊക്കെ അറിയാവുള്ളൂ എന്ന്. ഒരിക്കലുമല്ല. ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് പങ്കുവെക്കാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും ഈ ഒരു മേഖലയിൽ അത്യാവശ്യം വായിച്ച് മനസ്സിലാക്കി പരിജ്ഞാനം ഉണ്ടാക്കാൻ സന്നദ്ധത കാണിക്കുന്ന ആർക്കും ലഭിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലോട്ട് വരാം. ഒട്ടുമിക്ക ഡോക്ടർമാരുടെയും മെഡിക്കൽ ടെക്സ്റ്റ് ബുക്കുകളുടെയും ഒക്കെ നിർവചനപ്രകാരം ഈ കന്യാചർമ്മം എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ യോനിമുഖം ഭാഗികമായിട്ട് കവർ ചെയ്യുന്ന അല്ലെങ്കിൽ മൂടപ്പെട്ടിരിക്കുന്ന നേർത്ത പാട പോലെയുള്ള ഒരു ടിഷ്യൂ ആണ് എന്നാണ്. ഇതേ ഉത്തരം തന്നെയായിരിക്കും നിങ്ങളുടെ ഫോണിലുള്ള മെറ്റയോട് ചോദിച്ചാലും കിട്ടുക. ഇതാണ് ഞാൻ മെറ്റയോട് ഹൈമനെ പറ്റി ചോദിച്ചപ്പോൾ എനിക്ക് ലഭിച്ച ഉത്തരം. The hymen is a thin, delicate membrane that partially covers the external vaginal opening in some individuals. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കന്യാചർമ്മം യോനിമുഖം ഭാഗികമായിട്ട് കവർ ചെയ്തിരിക്കുന്ന ഒരു ടിഷ്യൂ ആണെങ്കിൽ അത് ആദ്യമായിട്ടൊരു ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴോ അല്ലെങ്കിൽ സ്പോർട്സ് പോലെയുള്ള കായിക പ്രവർത്തികളിൽ പങ്കെടുക്കുമ്പോഴോ ഒക്കെ കീറാനോ പൊട്ടാനോ ഒക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനിയാണ് നിങ്ങൾ ഈ കന്യാചർമ്മത്തെ പറ്റി മനസ്സിലാക്കേണ്ട കുറച്ച് സത്യങ്ങൾ. നമ്മുടെ സമൂഹത്തിലെ ബഹുഭൂരിഭാഗം സ്ത്രീകളുടെയും കന്യാചർമ്മത്തിന്റെ ആകൃതിക്ക് ഈ ഡോക്ടർമാർ പഠിച്ചു വെച്ചിരിക്കുന്ന കന്യാചർമ്മത്തിന്റെ ആകൃതിയുമായിട്ടോ മെഡിക്കൽ ടെക്സ്റ്റ് ബുക്കുകളിൽ കൊടുത്തിരിക്കുന്ന കന്യാചർമ്മത്തിന്റെ ആകൃതിയുമായിട്ടോ ഒന്നും യാതൊരു ബന്ധവുമില്ല. ഒട്ടുമിക്ക സ്ത്രീകളുടെയും കന്യാചർമ്മം എന്ന് പറയുന്നത് ഈ യോനിമുഖത്തെ പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ ഒന്നും കവർ ചെയ്തല്ല ഇരിക്കുന്നത്. പിന്നെ എങ്ങനെയാണ്? ഈ ചിത്രം ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. ഇതിൽ കാണിച്ചിരിക്കുന്നത് പോലെ സ്ത്രീകളുടെ തലമുടി കെട്ടുന്ന റബ്ബർ ബാൻഡ് പോലെ നടുക്ക് ഒരു തുളയുമായിട്ട് യോനിയുടെ ചുറ്റും ഒരു വളയം മാതിരി ആവരണം ചെയ്താണ് ഇരിക്കുന്നത്. ഇതിന് ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് ആനുലാർ ഹൈമൻ. വേറെ കുറേ സ്ത്രീകളിൽ ഇതിൻ്റെ ആകൃതി ചന്ദ്രക്കല മാതിരിയായിരിക്കും. ഇതും ഒരു സ്ത്രീയുടെ യോനിയെ പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ ഒന്നും കവർ ചെയ്യുന്നില്ല. മറിച്ച് ഇതും യോനിയുടെ അടിവശത്ത് ഭാഗികമായിട്ട് ആവരണം ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. ഇംഗ്ലീഷിൽ ഇതിന് പറയുന്ന പേരാണ് ക്രസൻറ്റിക് ഹൈമൻ. ബഹുഭൂരിഭാഗം സ്ത്രീകളുടെയും കന്യാചർമ്മത്തിൻ്റെ ആകൃതി എന്ന് പറയുന്നത് ഇത് രണ്ടുമാണ്. അതായത് ആദ്യത്തേത് ആ യോനിയുടെ പ്രവേശനവാതിൽ വളയം മാതിരി ആവരണം ചെയ്തു, രണ്ടാമത്തേത് യോനിയുടെ അടിഭാഗത്ത് ചന്ദ്രക്കല മാതിരി ഭാഗികമായിട്ട് ആവരണം ചെയ്തു. അപ്പോൾ ഇതെങ്ങനെയാണ് പൊട്ടി നശിച്ചു പോവുക? മാത്രവുമല്ല, ഈ കന്യാചർമ്മം എന്ന് പറയുന്നത് റബ്ബർ ബാൻഡ് പോലെ വലിയുവാൻ കഴിവുള്ള ഒരു ടിഷ്യൂവും കൂടെ ആയതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക സ്ത്രീകൾക്കും ഈ കന്യാചർമ്മത്തിന് യാതൊരു പ്രശ്നമോ മുറിവോ കേടുപാടുകളോ ഒന്നും കൂടാതെ തന്നെ ഒരു ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ സാധിക്കുകയും ചെയ്യും. കേട്ടിട്ട് വിശ്വസിക്കാൻ പ്രയാസം തോന്നുന്നുണ്ടോ? ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവെച്ച എല്ലാ കാര്യങ്ങളും ലോകത്തിലെ തന്നെ പ്രസിദ്ധമായിട്ടുള്ള റിസർച്ച് ഹോസ്പിറ്റലുകളിൽ ഒന്നായ ക്ലീവ്ലാൻഡ് ക്ലിനിക്കിൻ്റെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് വായിച്ചു നോക്കാവുന്നതാണ്. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. മെഡിക്കൽ ടെക്സ്റ്റ് ബുക്കുകളിലൂടെ ഡോക്ടർമാരും ഹെൽത്ത് കെയർ പ്രൊഫഷണൽസുകളും ഒക്കെ പഠിക്കുന്ന നമ്മൾ മുമ്പ് മെറ്റയോട് ചോദിച്ചപ്പോഴും കിട്ടിയ ആ പൊട്ടിപ്പോകുന്ന കന്യാചർമ്മത്തിൻ്റെ ആകൃതി എന്ന് പറയുന്നത് ഒരു ന്യൂനപക്ഷം സ്ത്രീകളിൽ മാത്രം കാണുന്ന ഒരു കന്യാചർമ്മത്തിൻ്റെ ആകൃതിയാണ്. ഇത് സത്യത്തിൽ ഒരു മെഡിക്കൽ കണ്ടീഷൻ കൂടെയാണ്. കാരണം ഈ ഒരു കന്യാചർമ്മമുള്ള സ്ത്രീകളിൽ ശാരീരിക ബുദ്ധിമുട്ടുകൾ പലപ്പോഴും ഉണ്ടാവുകയും അത് പരിഹരിക്കാനായിട്ട് വൈദ്യസഹായം തേടേണ്ടത് ആവശ്യമായിട്ട് വരികയും ഒക്കെ ചെയ്യും. എന്നാൽ നമ്മൾ മുമ്പ് പറഞ്ഞ ആനുലാറും ക്രസൻറ്റിക്കും പോലെയുള്ള കന്യാചർമ്മമുള്ള ബഹുഭൂരിഭാഗം സ്ത്രീകൾക്കും ഒരു വൈദ്യസഹായത്തിൻ്റെയും ആവശ്യമില്ല.
കാരണം അത് നോർമലായിട്ടുള്ള ആകൃതിയാണ്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം അതല്ല. ഇന്ന് നമ്മളുടെ സമൂഹത്തിൽ സ്ത്രീകൾ ഉൾപ്പെടെ ബഹുഭൂരിഭാഗം മനുഷ്യരും മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഈ കന്യാചർമ്മത്തിൻ്റെ ആകൃതി എന്ന് പറയുന്നത് മെഡിക്കൽ ടെക്സ്റ്റ് ബുക്കുകളിൽ കൊടുത്തിരിക്കുന്ന ഈ പൊട്ടിപ്പോകുന്ന കന്യാചർമ്മത്തിൻ്റെ ആകൃതിയാണ്. അപ്പം ഈ ഒരു വ്യത്യാസം നിങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാതെ ജനങ്ങൾക്കത് മനസ്സിലാകത്തില്ല. കാരണം ഈ കന്യാചർമ്മത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇത് ഒരു സ്ത്രീയുടെ യോനിക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ടിഷ്യൂ ആയതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾക്ക് സ്വയം കണ്ണാടി ഉപയോഗിച്ച് നിരീക്ഷിക്കുവാനോ അതിൻ്റെ ആകൃതി എങ്ങനെയാണെന്ന് മനസ്സിലാക്കുവാനോ ഒക്കെ പ്രായോഗികമായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ അവിടെ ഡോക്ടർമാരും മെഡിക്കൽ ടെക്സ്റ്റ് ബുക്കുകളും ഒക്കെ കന്യാചർമ്മത്തിന്റെ ആകൃതിയെപ്പറ്റി പരത്തുന്ന തെറ്റിദ്ധാരണ ജനങ്ങൾ വിശ്വസിക്കാൻ നിർബന്ധിതരാകുകയും ചെയ്യും. ഇവിടെ നിങ്ങൾക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യം, പിന്നെ എന്തുകൊണ്ടാണ് ഡോക്ടർമാരെ ഈ ഒരു തെറ്റിദ്ധാരണ തിരുത്താത്തത് എന്നാണ്. ഇവിടെയാണ് നിങ്ങൾ കൾച്ചറിനും മതവിശ്വാസങ്ങൾക്കുമൊക്കെ വൈദ്യശാസ്ത്രത്തിന് മേലുള്ള ഒരു സ്വാധീനത്തെപ്പറ്റി കൂടെ മനസ്സിലാക്കേണ്ടതിൻ്റെ ആവശ്യകത. ഒരു സ്ത്രീയുടെ മൂല്യം അവളുടെ കാലിൻ്റെ ഇടയിലാണ് എന്ന് പഠിപ്പിക്കുന്ന ക്രിസ്ത്യൻ സദാചാര സംസ്കാരത്തിൻ്റെ സ്വാധീനത്തിൽ യൂറോപ്പിലുണ്ടായ ഒരു ശാസ്ത്രമാണ് ആധുനിക വൈദ്യശാസ്ത്രം. അപ്പോൾ ഈ ഒരു പുരുഷ മേധാവിത്വ സമൂഹവും മതവിശ്വാസങ്ങളും ഒക്കെ സ്ത്രീകളുടെ കന്യാചർമ്മത്തെപ്പറ്റി സൃഷ്ടിച്ച കെട്ടുകഥ നിലനിർത്തിക്കൊണ്ടു പോകുവാൻ ഏറ്റവും അനുയോജ്യമായ നിർവചനമാണ് മെഡിക്കൽ ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ കൊടുത്തിരിക്കുന്ന മെഡിക്കൽ കണ്ടീഷൻ കൂടിയായ പൊട്ടിപ്പോകാൻ സാധ്യതയുള്ള ആ കന്യാചർമ്മത്തിൻ്റെ ആകൃതി. അപ്പോൾ ഈ ഒരു തെറ്റിദ്ധാരണ നിലനിർത്തിക്കൊണ്ടു പോകുന്നത് വഴി സ്ത്രീകളെ കല്യാണത്തിന് മുമ്പ് സെക്സിൽ ഏർപ്പെട്ടാൽ കന്യാചർമ്മം പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആ സെക്സിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ചെയ്യാം. അങ്ങനെ ഒരു വെടിക്ക് രണ്ട് പക്ഷി. നമ്മുടെ സമൂഹത്തിൽ ലൈംഗികതയിൽ കെട്ടുകഥകൾ നിലനിർത്തിക്കൊണ്ടു പോകുന്നതിൽ ഒരു വലിയ പങ്ക് വഹിക്കുന്നത് MBBSും MDയും ഒക്കെയുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടർമാരാണ്. കാരണം ലൈംഗിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇന്നും ഡോക്ടർമാർ അവരുടെ മെഡിക്കൽ കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ട് പഠിക്കുന്ന ഒരു വിഷയമല്ല. പക്ഷേ ഇതവർ സമ്മതിക്കത്തുമില്ല. ഈ ഒരു വസ്തുത സ്വന്തം ജീവിതാനുഭവത്തിൽ നിന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം തുടങ്ങിയ ഒരു പ്ലാറ്റ്ഫോമാണ് വിവോക്സ്. അതുകൊണ്ട് തന്നെയാണ് വിവോക്സ് കേരളത്തിലെയോ ഇന്ത്യയിലെ ഡോക്ടർമാരെ ഒന്നും ഇൻ്റർവ്യൂ ചെയ്യാതെ ഈ ഒരു വിഷയത്തിൽ ഇന്ന് ഏറ്റവും അധികം ഗവേഷണങ്ങൾ നടക്കുന്ന രാജ്യങ്ങളിലെ എക്സ്പേർട്സുകളുമായിട്ട് ഒരു സംഭാഷണം നടത്തുന്നത്. കാരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന 90% ലൈംഗിക പ്രശ്നങ്ങളും പരിഹരിക്കാൻ നിങ്ങൾക്ക് ഒരു ഡോക്ടറിൻ്റെയും സഹായം ആവശ്യമില്ല. അവിടെ വേണ്ടത് ശരിയായ അറിവും ഒരു കൗൺസിലിങ്ങും മാത്രം മതി. പക്ഷേ ആ ഒരു ദൗത്യം വിജയിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ സഹായം കൂടിയേ തീരൂ. അപ്പോൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് മറ്റുള്ളവരിൽ എത്തിക്കാൻ പരമാവധി സഹായിക്കുക. ഒരു സ്ത്രീയോ പെൺകുട്ടിയോ ഒക്കെ സെക്സിൽ ഏർപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നവളുടെ കന്യാചർമ്മം പരിശോധിച്ച് കണ്ടുപിടിക്കാൻ സാധിക്കുകയില്ല എന്ന് ഇന്ന് ലോകാരോഗ്യ സംഘടന ഉൾപ്പെടെയുള്ള സയൻറ്റിഫിക് ബോഡീസ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. മാത്രവുമല്ല ഈ വെർജിനിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത് മനുഷ്യാവകാശങ്ങളുടെ ലംഘനവും കൂടിയാണ് എന്നും പറയുന്നുണ്ട്. പക്ഷേ ഈ നിർദ്ദേശങ്ങളൊന്നും തന്നെ നമ്മുടെ സമൂഹത്തിലെ ഡോക്ടർമാർക്ക് ബാധകമല്ല എന്ന് വേണം കരുതുവാൻ. കാരണം ഈ വെർജിനിറ്റി ടെസ്റ്റിംഗ് എന്ന് പറയുന്ന തട്ടിപ്പ് ഇന്നും നമ്മളുടെ സമൂഹത്തിലെ ഡോക്ടർമാർ സജീവമായിട്ട് തന്നെയാണ് നിലനിർത്തിക്കൊണ്ടു പോരുന്നത്. ഇത് ഏറ്റവും കൂടുതൽ നടക്കുന്നത് റേപ്പ് കേസുകളിലും സെക്ഷൽ അബ്യൂസ് കേസുകളിലും ഒക്കെ ഇരകളാകുന്ന പെൺകുട്ടികളിലും സ്ത്രീകളിലുമാണ്. ഈ പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും ഒക്കെ കന്യകത്വം നഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഈ ഡോക്ടർമാർ വിലയിരുത്തുന്നത് നമ്മൾ മുമ്പ് പറഞ്ഞ മെഡിക്കൽ ടെക്സ്റ്റ് ബുക്കുകളിൽ കൊടുത്തിരിക്കുന്ന ഈ പൊട്ടിപ്പോകുന്ന ബഹുഭൂരിഭാഗം സ്ത്രീകളിലും ഇല്ലാത്ത കന്യാചർമ്മത്തിൻ്റെ ആകൃതിയുടെ അടിസ്ഥാനത്തിലാണ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ജനങ്ങളെ മാത്രമല്ല കോടതികളെ പോലും തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഡോക്ടർമാർ ചെയ്യുന്ന വെർജിനിറ്റി ടെസ്റ്റ് എത്രത്തോളം അസംബന്ധമാണ് എന്ന് തെളിയിച്ച ഒരു പഠനമായിരുന്നു 2004 അമേരിക്കയിലെ സെക്ഷൽ അബ്യൂസിലൂടെ പ്രഗ്നൻ്റായ 36 ടീനേജ് പെൺകുട്ടികളിൽ നടത്തിയ പഠനം. ആ 36 ടീനേജ് പെൺകുട്ടികളിൽ 34 പേരുടെയും കന്യാചർമ്മത്തിന് യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. അതായത് ആ 34 പേരുടെയും കേസുകളിൽ സംഭവിച്ചത് ദിവ്യഗർഭമാണ് എന്ന് നിങ്ങൾക്ക് പറയേണ്ടി വരും. നോർവേയിൽ നടത്തിയ വേറൊരു പഠനത്തിലും 40 വയസ്സുള്ള ലൈംഗിക തൊഴിലാളിക്കും കന്യാചർമ്മമുണ്ട് എന്ന് കണ്ടെത്തിയിരുന്നു. അപ്പോൾ ഇനി കല്യാണം കഴിക്കാൻ പോകുന്ന യുവതി വെർജിൻ ആയിരിക്കണമെന്ന് നിർബന്ധമുള്ള പുരുഷന്മാരൊക്കെ എന്തോ ചെയ്യും? ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ. നിർബന്ധമാണെങ്കിൽ നേരിട്ട് ചോദിക്കുക. പക്ഷേ അതിൻ്റെ ഉത്തരം എന്തു തന്നെയാണെങ്കിലും അത് ആ സ്ത്രീയുടെ മാത്രം അവകാശമാണ്. So until next time, this is Sangeet Sebastian signing off for VVox. Just sex, no shame.